ചേച്ചിയാണേലും അങ്ങനെ തന്നെയാണ്. എന്തോരം കഥാപാത്രങ്ങൾ ചേച്ചി നമുക്ക് ഓർത്തു വെക്കാന്നതിനപ്പുറത്തേക്ക് ദൂരം കഥാപാത്രങ്ങൾ. ചേച്ചിക്ക് അങ്ങനെ തന്നെയല്ലേ, ഇത്രയും ഞാൻ നായികയായിട്ട് വന്നു അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യില്ല, അങ്ങനത്തെ ഒന്നും ഒരു കാര്യമില്ല. ഇതുപോലെ തന്നെയാണ്, ചൂസിയാണ്. പക്ഷേ എത്ര നല്ലല്ലേ ചേച്ചി, അത്രയും ഇഷ്ടപ്പെട്ട്. ഇപ്പൊ പറഞ്ഞില്ല 4 വർഷത്തിന് ശേഷമാണ് വീണ്ടും മലയാളത്തിലൊരു സിനിമ ചേച്ചി ചെയ്യുന്നതെന്ന് പറഞ്ഞു. മൊയ്തീൻ കഴിഞ്ഞ് 2-3 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ സൂഫി സുജാത ചെയ്തത്. അത് കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞാണ് ചെയ്തത്. നിങ്ങളുടെ അടുത്ത തലമുറ സിനിമയിലേക്ക് വരികയാണ് അല്ലെ? ശ്രീമോളും കുഞ്ഞാറ്റയും ഒക്കെ വരാൻ, സിനിമയിലേക്ക് വരാൻ. എന്താ ചേച്ചി? മോനും വരുന്നു. അപ്പൊ എല്ലാവരും ആയല്ലോ, 3 പേരുടെ മക്കള്. അപ്പം എന്താണ് ചേച്ചി ഒരു ഇത്രയും വർഷം സിനിമയിൽ നിന്നൊരാളെന്നില്ല എന്താ കുട്ടികൾക്ക് കൊടുക്കുന്നൊരു ഉപദേശം? എന്താ? ഇതിനെ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ട് തന്നെ അതിനു വേണ്ടി ക്ഷമയോടിരിക്കുക, വെയിറ്റ് ചെയ്തിരിക്കുക. പിന്നെ സെറ്റുകളിൽ പോയി ബഹളം ഉണ്ടാക്കാതിരിക്കുക. നമ്മൾ വർക്കിന് പോയാൽ ഇത് സമ്മതിച്ചല്ലേ ഈ പടത്തിന് വരുന്നത്, അതിന് ഇത്ര നമ്മൾ റെമോണ്ടേഷൻ പറഞ്ഞ് എല്ലാം ഓക്കെ ആക്കി ചെന്ന് കഴിയുമ്പോൾ പിന്നെ അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കരുത്. നീ ഇതിന് താല്പര്യപ്പെട്ട് വന്നാൽ അത് ചെയ്യുക, ചെയ്തിട്ട് മര്യാദയ്ക്ക് നല്ല പേരോടെ വീട്ടിൽ വരിക, അത്രയേ ഉള്ളൂ. അതായത് 3 പേര് ഫോളോ ചെയ്ത കാര്യം തന്നെ. നമുക്ക് ഇപ്പം കാൽച്ചേച്ചിയെ കുറിച്ചോ പൊടിച്ചേച്ചിയെ കുറിച്ചോ ഒന്നും ഒരു പരാതി ഇന്ന് വരെ എത്രയോ വർഷമായിട്ട് ഷൂട്ടിങ്ങിന് പുറപ്പെടുമ്പോൾ ചെരിപ്പിടുന്ന സമയമേ എടുക്കാവുള്ളൂ എന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുള്ളത്. അത് റെഡി ആയിട്ടിരിക്കുക, വണ്ടി വന്നാൽ ചെരിപ്പിടുന്ന സമയം അത്രേ എടുക്കാവൂ. ഞാൻ അത് ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ആളാണ്. അതെ, സൈജേറിനെ കുറിച്ച് ഇതുവരെ, കാരണം സൈജേറിന് അത്രയും നല്ല സൗഹൃദ വലയം സിനിമയിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒറ്റ കാര്യം മതി. ഭരതനാട്യത്തിൻ്റെ പോസ്റ്റർ റിലീസ് ചെയ്ത് നമ്മുടെ DQ എഴുതിയ ചില വാചകങ്ങൾ, സിനിമയെ അത്രമേൽ സ്നേഹിച്ചിരുന്ന സൈജു കുറുപ്പ് ഭരതനാട്യം എന്ന സിനിമയുമായി ഞങ്ങളുടെ ഇടയിലേക്ക് വരികയാണ്. ഒപ്പം പ്രഗത്ഭരായ കൽച്ചേച്ചിയെ പോലെ, സായി ചേട്ടനെ പോലെ വലിയൊരു താരനിരയും. ഒരുപാട് സന്തോഷം, സിനിമ വലിയൊരു വിജയമാകട്ടെ. ഇനിയും സൈജു ചേട്ടനിൽ നിന്ന് നല്ല നല്ല സിനിമകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്.